ഇന്ന് കടച്ചക്ക വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മലപ്പുറം തിരൂർ ഭാഗത്തൊക്കെ കടച്ചക്ക എന്ന് തന്നെയാണ് പറയൽ. ഓരോ സ്ഥലത്തും ഓരോ പേരാണെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയൽ എന്നൊന്ന് പറയണേ. അപ്പോൾ ഈ കടച്ചക്കയുടെ പകുതി ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇനിയിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിൽ വേവിച്ചാലും മതി. ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്നിട്ട് മിക്സാക്കി കൊടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ 1-2 തവണ മൂടി തുറന്നിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചധികം കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ചിട്ടുള്ള കടച്ചക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നല്ല ചപ്പാത്തിയുടെ കൂടെയും ചൂട് കട്ടൻ്റെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.